നമ്മുടെ ശ്വസനത്തിന് നമ്മുടെ മനസ്സിന്റെ മേൽ ഒരു സ്വാധീനമുണ്ട്. അതിന് നമ്മുടെ ജീവൻ നിലനിർത്തുക എന്ന ലക്ഷ്യം മാത്രമല്ല ഉള്ളത്, മറിച്ച് നമ്മളുമായി കണക്ട് ചെയ്യുവാൻ, നമ്മുടെ ചിന്തകളുമായി, നമ്മുടെ ഫീലിങ്സുമായി കണക്ട് ചെയ്യുവാൻ അത് നമ്മെ സഹായിക്കുന്നു. അത് ഒരു പാലമാണ്. നമ്മളെ കുറിച്ച് തന്നെ കൂടുതൽ ഡീപ്പായി മനസ്സിലാക്കുന്നതിലേക്ക് ആ പാലം നമ്മെ നയിക്കുന്നു. നമ്മുടെ ശ്വസനം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഒരു കൂട്ടുകാരനെ പോലെ, കൂട്ടുകാരിയുടെ പോലെ, നമ്മുടെ ജനനം മുതൽ മരണം വരെ. എന്നാൽ നമ്മുടെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളുടെ ഇടയിൽ ഈ സഹയാത്രികനെ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ശ്വസനത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ശ്രദ്ധിക്കുക പോലുമോ ചെയ്യാറില്ല. നമ്മൾ ഈ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ നെഞ്ച് ഉയരുന്നതും താഴുന്നതും, കൂളായ എയർ ശ്വസിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നതും, ചെറു ചൂടുള്ള ശ്വാസം ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നതും, അങ്ങനെ നമ്മുടെ ശ്വസനത്തെ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമ്മൾ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ചിന്തകളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും പ്രതികരണങ്ങളെക്കുറിച്ചും കൂടുതൽ മൈൻഡ്ഫുൾ ആകുന്നു, അവബോധമുള്ളവരായി മാറുന്നു. അങ്ങനെ നമ്മൾ ഓരോ സാഹചര്യങ്ങളെയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണാൻ ശ്രമിക്കുന്നതിനു പകരം അതെങ്ങനെയാണോ അതുപോലെ തന്നെ കാണുവാനും സ്വീകരിക്കുവാനും പഠിക്കുന്നു. നമ്മൾ ശാന്തതയും സമാധാനവും ഉള്ളവരും മനസ്സിലാക്കുവാൻ കഴിവുള്ള വ്യക്തികളുമായി മാറുന്നു. നമ്മൾ നമ്മുടെ ശ്വസനത്തിന് ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ബ്രീതിങ് നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദമായ താളമാണ്. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തതും എന്നാൽ ശക്തമായ സ്വാധീനം ഉളവാക്കാൻ കഴിവുള്ളതുമായ ഒന്ന്. നമ്മുടെ ശ്വസനം നമ്മുടെ മനസ്സിന്റെ കണ്ണാടി പോലെയാണ്. നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടായി ഇരിക്കുമ്പോൾ അത് ആഴം കുറഞ്ഞതും വേഗത്തിലുള്ളതുമായി മാറുന്നു. എന്നാൽ ഫോക്കസ്ഡായി റിലാക്സ്ഡായി ഇരിക്കുമ്പോൾ അത് ആഴമുള്ളതും സാവധാനവുമായി മാറുന്നു. ശ്വസനത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുന്നു. കൂടാതെ നമ്മുടെ ശ്വസനത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും സാധിക്കുന്നു. നമ്മളെ തന്നെ ശാന്തരാക്കുവാനും കൂടുതൽ അവബോധമുള്ളവരാക്കുവാനും ആന്തരികമായ സമാധാനം കൈവരിക്കുവാനും ഇതുമൂലം നമുക്ക് സാധിക്കുന്നു. ഇനി നമ്മുടെ മനസ്സിനെ ശ്വസനം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. ശ്രീ ബുദ്ധയുടെ അഭിപ്രായത്തിൽ നമ്മുടെ മനസ്സ് മെരുക്കാത്ത ഒരു കുതിരയെ പോലെയാണ്. എവിടേക്ക് പോകണമെന്നറിയാതെ അത് മുന്നോട്ട് കുതിക്കുന്നു. അതെപ്പോഴും അസ്വസ്ഥമാണ്. ഒരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക്, ഒരു ചില്ലയിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടുന്ന കുരങ്ങിനെ പോലെ അത് ചാടിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ട്രെയിൻ ചെയ്യപ്പെടാത്ത ഒരു മനസ്സിന്റെ അവസ്ഥയാണ്. നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും സ്വസ്ഥമായി ഇരിക്കാത്ത അവസ്ഥ. ഈ അസ്വസ്ഥമായ മനസ്സിനെ പുറത്തു നടക്കുന്ന ഏതൊരു കാര്യത്തിനും പെട്ടെന്ന് ആടിയുലയ്ക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുന്നു. ഇമ്പൾസീവായി റിയാക്ട് ചെയ്യുവാൻ അത് കാരണമാകുന്നു. പിന്നീട് ദുഃഖിക്കാനിടയാകുന്ന പ്രവർത്തനങ്ങൾക്ക് അത് കാരണമാകുന്നു. എന്നാൽ ഈ മെരുക്കാത്ത കുതിരയെ ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞാലോ? ശാന്തമാകുവാൻ, ഫോക്കസ്ഡ് ആകുവാൻ, റിയാക്റ്റീവ് ആകുന്നതിന് പകരം റെസ്പോൺസീവായി ചിന്തിച്ച് പ്രതികരിക്കുവാൻ കഴിയുന്ന ഒന്നാക്കാൻ സാധിച്ചാലോ? മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളെ, വികാരങ്ങളെ അടിച്ചു താഴ്ത്തുന്ന, സപ്രസ് ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് അതിനെ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും അതിനെ കടന്നു പോകാൻ അനുവദിക്കുന്നതുമാണ്. അത് ഒരവബോധം, മൈൻഡ്ഫുൾനെസ് വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച്, ഈ ഒരു നിമിഷത്തിൽ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കും? ഉത്തരം കിടക്കുന്നത് നമ്മുടെ ശ്വസനത്തിലാണ്. ദ സിമ്പിൾ ആക്ട് ഓഫ് ബ്രീതിങ് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ ഒരു പവർഫുള്ളായ ടൂളാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ശ്വാസം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മൈൻഡ്ഫുൾ ബ്രീതിങ് ഇതിനായി സഹായിക്കുന്നു. ഇതിൽ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ നമ്മുടെ ശ്വസിക്കുന്ന
ആ ഒരു അനുഭവത്തിലേക്ക്, ബ്രീതിങ് സെൻസേഷനിലേക്ക് കൊണ്ടുവരുന്നു. ശ്വസിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഉയരുന്നതും താഴുന്നതും, മൂക്കിലൂടെ പ്രവേശിക്കുന്ന വായുവിൻ്റെ പ്രത്യേകതകളും അത് അകത്തേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കാം. ഇത് പ്രസന്റ് മൊമെന്റിലേക്ക് വരുവാൻ സഹായിക്കുന്നു. നമ്മൾ നമ്മുടെ ശ്വസനത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സ്ഥിരമായി ആങ്കർ ചെയ്യുവാൻ, പിടിച്ചു നിൽക്കുവാൻ എന്തോ ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മനസ്സിനെ സ്റ്റഡിയാക്കുന്നു, ഉള്ളിലെ ചിലയ്ക്കുന്ന സ്വരങ്ങളെ ശാന്തമാക്കുന്നു, കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായി കാണുവാൻ സഹായിക്കുന്നു. ജലാശയത്തിലെ അലകൾ ശാന്തമാകുമ്പോൾ ജലാശയത്തിലെ അടിത്തട്ട് കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് പോലെ. അങ്ങനെ നമ്മുടെ മാനസിക ക്ഷേമത്തിന് ബ്രീതിങ് ഒരു പവർഫുള്ളായ ടൂളായി മാറുന്നു. പല പഠനങ്ങളും കാണിക്കുന്നത് ശ്വസനത്തെ നിയന്ത്രിക്കുന്നത് സ്ട്രെസ്സും ആങ്സൈറ്റിയും മാനേജ് ചെയ്യാൻ സഹായിക്കുന്നുവെന്നാണ്. നമ്മൾ ബോധപൂർവം നമ്മുടെ ബ്രീതിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസൃതമായി പ്രതികരിച്ചുകൊണ്ട് ഹൃദയമിടിപ്പും ബ്ലഡ് പ്രഷറും കുറയ്ക്കുന്നു. ഈ ശാരീരികമായ മാറ്റങ്ങൾ നമ്മുടെ മനസ്സിന് ശാന്തമാകുവാൻ സിഗ്നൽസ് കൊടുക്കുന്നു. എന്നാൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡീപ്പ് ബ്രീതിങ് അല്ല, മറിച്ച് മൈൻഡ്ഫുൾ ബ്രീതിങ് ആണ് എന്നതാണ്. ഓരോ ശ്വാസത്തിലും പൂർണ്ണമായും പ്രസന്റ് ആയിരിക്കുക. ഓരോ ഇൻഹേലിങ്ങിലും എക്സ്ഹേലിങ്ങിലും ജീവശ്വാസം നമ്മിലൂടെ ഒഴുകുന്നത് അനുഭവിച്ചുകൊണ്ട് നമ്മൾ ബോധപൂർവം ശ്വസിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ ഓക്സിജനേറ്റ് ചെയ്യുക മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിനു വേണ്ട ശ്രദ്ധയും പരിപാലനയും കൊടുത്തുകൊണ്ട് പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്വസനവും മെഡിറ്റേഷനും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായി കണക്കാക്കപ്പെടുന്നു. അത് നമ്മളെ പ്രസന്റ് മൊമെന്റിലായിരിക്കുവാൻ സഹായിക്കുന്നു. ശ്വസനം നമ്മളിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുവാനും ഉൾക്കാഴ്ചകൾ കിട്ടുവാനും കാരണമാകാറുണ്ട്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ശ്വസനത്തിൻ്റെ അനുഭവം നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും മറ്റു അനുഭവങ്ങളുടെയും താൽക്കാലികതയെക്കുറിച്ച് അവബോധമുള്ളവരാക്കുകയും നമ്മെ എല്ലാ വസ്തുക്കളുടെയും ക്ഷണികതയെക്കുറിച്ച് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഇത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുവാനും കൂടുതൽ സമചിത്തത കൊണ്ടുവരുവാനും സഹായിക്കുന്നു. ബ്രീതിങ്ങിന്റെ ഗുണങ്ങൾ എങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കൊണ്ടുവരാം? അതിരാവിലെ ഉണരുമ്പോൾ ജീവിതത്തിലെ എല്ലാ തിരക്കുകൾക്ക് മുൻപ് ഫോക്കസ്ഡ് ബ്രീതിങ്ങിൽ ശ്വസനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് മിനിറ്റുകൾ ചിലവഴിക്കാം. ഇത് ആ ഒരു ദിവസം പോസിറ്റീവായി തുടങ്ങുവാൻ സഹായിക്കുന്നതാണ്. പിന്നീട് സ്ട്രെസ്സിലൂടെയും മറ്റും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ശ്വസനത്തെ ഒരു ആങ്കറായി, നങ്കൂരമായി ഉപയോഗിക്കാം. സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ശ്വസനത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന വായുവിനെ അനുഭവിച്ചുകൊണ്ട് പ്രസന്റ് മൊമെന്റിൽ ഈ ഒരു നിമിഷത്തിൽ വരുവാൻ ഇത് സഹായകരമാണ്. അങ്ങനെ ഇത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ദിവസം അവസാനിപ്പിക്കുമ്പോഴും ശ്വസനത്തിൽ ശ്രദ്ധിക്കാം. ഇത് ആ ദിവസത്തിലെ എല്ലാ ടെൻഷൻസിനെയും റിലീസ് ചെയ്യുവാനും നല്ലൊരു ഉറക്കത്തിന് നമ്മെ ഒരുക്കുവാനും സഹായിക്കും. ട്രാൻസ്ഫോമിംഗ് അവർ ലൈഫ്സ് വൺ ബ്രെത്ത് അറ്റ് എ ടൈം എന്ന വാക്യം പലരും കേട്ടിട്ടുണ്ടാവും. ഈ വാക്യം സത്യത്തിൽ ഗ്രാജുവലായി, സാവധാനം ഓരോ വ്യക്തിയിലും കൊണ്ടുവരേണ്ട മാറ്റത്തെ, പേഴ്സണൽ ഗ്രോത്തിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും വൺ ബ്രെത്ത് അറ്റ് എ ടൈമിൽ ഫോക്കസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സഹായകരമാണ് ഈ വാക്യം.